അപ്പം ഉള്ളിൽ മഴ പെയ്യുന്ന നടുമുറ്റമുള്ളൊരു വീട് എന്നുള്ളതായിരുന്നു വീട്ടുകാരുടെ ഏറ്റവും വലിയ സ്വപ്നം. എന്നാൽ പരിപാലനം കൂടെ കണക്കിലെടുത്ത് ഒരു ഓട്ടോമേറ്റഡ് ഷട്ടർ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളപ്പം തുറന്നിട്ട് കഴിഞ്ഞാൽ മഴ ഉള്ളിലെത്തും, അല്ലാത്ത സമയത്ത് അത് അടച്ചിടാനും സാധിക്കും. സെമി ഓപ്പൺ തീമിലാണ് വീടിന്റെ ഇന്റീരിയർ ഒരുക്കിയിട്ടുള്ളത്. പ്രധാന വാതിൽ തുറന്നു കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ പാറ്റിയോയിലെ ബുദ്ധനെ വരെ കാണാവുന്ന രീതിയിലാണ്. ഇടങ്ങളെല്ലാം പരസ്പരം വിനിമയം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഉള്ളിൽ നല്ല വിശാലതയും പ്രസന്നതയും അനുഭവപ്പെടും. നമസ്കാരം. വീട് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. കേരളത്തിൽ പുതുതായിട്ട് നിർമ്മിക്കപ്പെടുന്ന വീടുകളെ പ്രധാനമായിട്ടും നമുക്ക് മൂന്നായിട്ട് വേർതിരിക്കാം. ഒന്ന് ട്രഡീഷണൽ ടൈപ്പ് വീടുകൾ, രണ്ട് സമകാലിക അല്ലെങ്കിൽ കോണ്ടംപററി ടൈപ്പ് വീടുകൾ, മൂന്ന് കൊളോണിയൽ ടൈപ്പ് വീടുകൾ. ഈ മൂന്നിൻ്റെയും കോമ്പിനേഷൻ അല്ലെങ്കിൽ ഫ്യൂഷൻ രീതി ഇപ്പോഴത്തെ പ്രധാന ഒരു ട്രെൻഡാണ്. ഇന്നത്തെ എപ്പിസോഡിൽ അത്ര ഒരു വീടാണ്. അതായത് പുറമേ പരമ്പരാഗത ഭംഗിയും ഉള്ളിൽ പുതിയ കാല സൗകര്യങ്ങളും സമ്മേളിക്കുന്ന മനോഹരമായ ഒരു വീട്. കേരളത്തിൽ ഇപ്പോൾ ഏറെ പ്രചാരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ട്രോപ്പിക്കൽ മോഡേൺ ഡിസൈനിൽ ഒരുക്കിയ അതിമനോഹരമായ ഒരു വീട്. അപ്പം നമ്മളുള്ളത് മാവേലിക്കര ചെട്ടികുളങ്ങരയാണ്. കുംഭഭരണിയുടെ നാടാണ്. ഇവിടെയുള്ള ബെൻസ് ലാലിൻ്റെയും കുടുംബത്തിൻ്റെയും വീടാണ്. ഏകദേശം 40 സെൻറ്റിൽ 4300 സ്ക്വയർ ഫീറ്റിൽ ഒരു ട്രോപ്പിക്കൽ മോഡേൺ ഡിസൈനിൽ ഒറ്റ നിലയിൽ ഒരുക്കിയ മനോഹരമായ ഒരു വീട്. ഒരുപാട് കൗതുകങ്ങൾ ഉള്ളിൽ കാത്തിരിപ്പുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പല തട്ടുകളായിട്ട് ചരിഞ്ഞ ഓട് വിരിച്ച മേൽക്കൂരയാണ് വീടിൻ്റെ പുറം കാഴ്ചയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഫ്ലാറ്റ് വാർത്ത ശേഷം GI ട്രസ് ചെയ്ത് ഓട് വിരിച്ചിരിക്കുകയാണ്. ഇതിനുള്ളിൽ ചെറിയൊരു ആറ്റിക് സ്പേസ് ലഭിക്കുന്നുണ്ട്. വീടിൻ്റെ ഉള്ളിൽ ടെമ്പറേച്ചർ കുറയ്ക്കാനായിട്ടും അത് ഉപകരിക്കുന്നു. അപ്പോൾ ഈ വീടിൻ്റെ ആർക്കിടെക്റ്റായിട്ടുള്ള മനോ നമ്മളോടൊപ്പം ഉണ്ട്. നമസ്കാരം. നമസ്കാരം. സ്വപ്ന വീട്ടിൽ നമ്മൾ ഫ്യൂച്ചർ ചെയ്യുന്ന മനോയുടെ ആദ്യത്തെ പ്രോജക്റ്റാണ്. പറഞ്ഞു വരുമ്പോൾ എൻ്റെ നാടിൻ്റെ അടുത്ത് തന്നെയാണ്, നമുക്ക് എല്ലാം പറഞ്ഞറിയാവുന്നവരാണ്. അപ്പം പഴമയും പുതുമയും ഒത്തിണങ്ങിയ ഒരു വീട് അല്ലേ? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു എലിവേഷൻ, എങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്തത്? ഇതിന്റെ എലിവേഷൻ ഒരു ട്രഡീഷണൽ ഔട്ട്ലുക്ക് കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഒരു പൂർണ്ണമായ കേരള ട്രഡീഷണൽ എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഇതിന്റെ ബേസ് പ്ലാനിങ്ങിൽ തന്നെ ഇതിനൊരു വരാന്ത, അതിനൊരു പൂമുഖം, ആ പൂമുഖത്തിന് ആ വുഡിന്റെ ഫീച്ചേഴ്സ് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫ്രണ്ട് എലിവേഷൻ ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിംഗ് ആണെങ്കിൽ ടൈലും ടെറാക്കോട്ട സ്പാനിഷ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് നാച്ചുറൽ ഫിനിഷിൽ അതിന് സീലർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെതായ കളർ ടോണും അതിൻ്റെ നാച്ചുറൽ ഫിനിഷ് കിട്ടുന്ന രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ പുറം കാഴ്ചയിൽ ഏറ്റവും കൂടുതൽ ഒരു ആകർഷണം തോന്നുന്നത് ആ ഒരു റൂഫ് ടൈൽ തന്നെയാണ്. ചിലപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമ്മുടെ സാധാ ടെറാക്കോട്ട റൂഫ് ടൈലാണെന്ന് തോന്നുന്നു, പക്ഷേ അതല്ല. എങ്ങനെയാണ് ആ സാധാ ടൈലിൽ നിന്നും ഇത്തരം ടൈലുകൾ വ്യത്യസ്തമാകുന്നത്? ഈ ടൈല് കുറച്ചുകൂടെ ഇതിന് കംപ്രഷൻ കൂടുതലാണ്, ഇതിന് ആ അബ്സോർപ്ഷൻ ലെവൽ കുറവാണ്. അതുകൊണ്ട് തന്നെ കടുത്ത പായല് ഇതിനകത്ത് വരില്ല. എന്നാൽ ആ ചെറിയ വെതറിങ് എത്ര പെട്ടെന്ന് ഉണ്ടാവും. ഇമ്പോർട്ടഡ് സ്പാനിഷ് റൂഫ് ടൈൽ. അതെ. സ്വപ്ന വീടിന്റെ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ പരിചയപ്പെടുത്തിയ വീടുകളിൽ ഞാൻ പറഞ്ഞിരുന്നു, പുതിയതായിട്ട് നിർമ്മിക്കുന്ന വീടുകളുടെ സിറ്റ് ഔട്ടുകളുടെ ഒക്കെ വലിപ്പം കുറയുന്നുണ്ടെന്ന്. കാരണം ആൾക്കാർ ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന സമയം കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് തന്നെ എന്നാൽ ഈ വീടിന്റെ അവസ്ഥ വ്യത്യസ്തമാണ്. ഇവിടെ ആ ഒരു ട്രഡീഷണൽ തീമിനോട് യോജിക്കുന്ന രീതിയിൽ അത്യാവശ്യം വിശാലമായ ഒരു പൂമുഖമാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഒരുപാട് ആൾക്കാർ വരുന്നൊരു വീടാണിത്. പ്രത്യേകിച്ച് ചെട്ടികുളങ്ങരയാണ്. ഉത്സവവുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് ധാരാളം ആൾക്കാർ ഒത്തുചേരലുകളൊക്കെ നടക്കുന്ന ഒരു ഇടമാണ്. അപ്പോൾ ആൾക്കാർക്കൊക്കെ ഇവിടെ വന്ന് വളരെ കാഷ്വലായിട്ട് ഇരുന്ന് സംസാരിക്കാനുള്ളൊരു അവസരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ പൂമുഖം ഇത്രയും വിശാലമായിട്ട് ഒരുക്കിയിട്ടുള്ളത്. തടിയിൽ നല്ല ഭംഗിയിൽ ചെയ്തെടുത്തിരിക്കുന്ന ഒരു ഡോറാണ്. ഗോൾഡൻ ബീഡിംഗ് ഒക്കെ നൽകിയിട്ടുണ്ട്. സ്മാർട്ട് ഡോറാണ്. ഇത് നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കാഴ്ച. അപ്പോൾ പ്രധാന വാതിൽ തുറന്നു കയറുന്ന ഇവിടുത്തെ ഫോർമൽ ലിവിങ് സ്പേസിലേക്കാണ്. ട്രഡീഷണൽ തീമിൽ ഒരുക്കിയ വീടുകളുടെ ഒരു അവിഭാജ്യ ഘടകമാണ് തടി എന്ന് പറയുന്നത്. അപ്പം ഈ ഫോർമൽ ലിവിങ്ങിലും നല്ല ഭംഗിയിൽ ആൻറ്റിക് ഫിനിഷിൽ കസ്റ്റമൈസ് ചെയ്തെടുത്ത ഫർണിച്ചറുകളാണ് പ്രൗഢി നിറയ്ക്കുന്നത്. സീലിങ്ങിലും ഇതുപോലെ തന്നെ തടിയുടെ പ്രൗഢി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ട്രഡീഷണൽ മോഡേൺ വീട്ടിലെ ഇടങ്ങളൊന്ന് പറയാം. ഒരു നീളൻ പൂമുഖം, അകത്തേക്ക് കയറുമ്പോൾ ഒരു ഫോർമൽ ലിവിങ് സ്പേസ്, പിന്നീട് ഈ ഒരു കോർട്ട്യാർഡ്, ഇതിന് ചുറ്റുമായിട്ടാണ് ബാക്കി ഇടങ്ങൾ. ഒരു ഫാമിലി ലിവിങ്, ഡൈനിങ്, വീണ്ടും ഒരു കോർട്ട്യാർഡ്, കിച്ചൺ, വർക്ക് ഏരിയ, 4 ബെഡ്റൂംസ്, അറ്റാച്ച്ഡ് ബാത്റൂം. ഇത്രയുമാണ് ഏകദേശം 4300 സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിട്ടുള്ളത്. സെമി ഓപ്പൺ തീമിലാണ് വീടിൻ്റെ ഇന്റീരിയർ ഒരുക്കിയിട്ടുള്ളത്. പ്രധാന വാതിൽ തുറന്നു കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ പാറ്റിയോയിലെ ബുദ്ധനെ വരെ കാണാവുന്ന രീതിയിലാണ്. ഇടങ്ങളെല്ലാം പരസ്പരം വിനിമയം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഉള്ളിൽ നല്ല വിശാലതയും പ്രസന്നതയും അനുഭവപ്പെടും. അപ്പോൾ ട്രഡീഷണൽ തീമിനോട് ചേരുന്ന രീതിയിലാണ് വീടിൻ്റെ ഇൻറ്റീരിയർ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ തന്നെ ഒരു നിലവിളക്ക്, പറ, വീടിൻ്റെ മിക്ക ഇടങ്ങളിലും മനോഹരമായിട്ടുള്ള മ്യൂറൽ പെയിൻറ്റിങ്സ് നൽകിയിട്ടുണ്ട്. ഇവിടെ തന്നെ ചെട്ടികുളങ്ങര കുംഭഭരണിയെ ആസ്പദമാക്കിയുള്ള മ്യൂറൽ പെയിൻറ്റിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. പലയിടങ്ങളിലും വോൾ ഡെക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. തടിയുടെ എലമെൻറ്റ്സ് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം വീടിന് ഒരു പരമ്പരാഗത പ്രൗഢിയേക്കുന്നു. വീടിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഈ ഒരു നടുമുറ്റമാണ്. ഇതിന് ചുറ്റുമായിട്ടാണ് വീട്ടിലെ ബാക്കി ഇടങ്ങളൊക്കെ വിന്യസിച്ചിട്ടുള്ളത്. അപ്പം ഉള്ളിൽ മഴ പെയ്യുന്ന നടുമുറ്റമുള്ളൊരു വീട് എന്നുള്ളതായിരുന്നു വീട്ടുകാരുടെ ഏറ്റവും വലിയ സ്വപ്നം.
എന്നാൽ പരിപാലനം കൂടെ കണക്കിലെടുത്ത് ഒരു ഓട്ടോമേറ്റഡ് ഷട്ടർ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളപ്പം തുറന്നിട്ട് കഴിഞ്ഞാൽ മഴ ഉള്ളിലെത്തും, അല്ലാത്ത സമയത്ത് അത് അടച്ചിടാനും സാധിക്കും. ഇതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്കുള്ള യാത്ര എങ്ങനെയായിരുന്നു? ഇത് ബെൻസിലാലിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ഒറ്റ നില വീടെന്നുള്ളത്. ഇപ്പോൾ താമസിച്ചുകൊണ്ടിരുന്ന ഒരു 2 നില വീടായിരുന്നു. അതിൽ നിന്നും മാറി പണ്ടേ മനസ്സിൽ ആഗ്രഹമുള്ള ഒരു കാര്യം, അതിൻ്റെ ഒരു ഐഡിയ എന്നോട് ഷെയർ ചെയ്തു. അപ്പോൾ ഇനിഷ്യലി ഞാൻ ആ വീട്ടിലൊരു ഇപ്പോഴത്തെ ഒരു രീതിക്കനുസരിച്ചുള്ള ഒരു പ്ലാൻ ചെയ്യുമ്പോൾ അതിൽ എല്ലാ സ്പേസും തമ്മിലുള്ള കുറച്ചുകൂടെ പ്രൈവസിയൊക്കെ വെച്ചാണ് ഇനിഷ്യലി അപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെയൊന്നുമല്ല, എനിക്ക് പണ്ടത്തെ രീതിയിലുള്ള ഒരു ഓപ്പൺ നടുമുറ്റമൊക്കെയുള്ള വിശാലതയോടുള്ള ഒരു വീട് തന്നെ വേണമെന്നായിരുന്നു. ഇൻറ്റീരിയറിനാണെങ്കിലും ഇൻറ്റീരിയറിൽ നമ്മൾ ആറന്മുള വാസ്തുവിദ്യ പുലർത്തി എന്നുള്ള ഒരു മ്യൂറൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കുറേ ആർട്ടിഫാക്ട്സ് അവിടെ നിന്ന് ചെയ്തിട്ടുണ്ട്. അല്ലാതെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തുള്ള പെയിൻറ്റിങ്സ്, ഫർണിച്ചറുകളെല്ലാം കസ്റ്റമൈസ് ചെയ്ത് ആണ് ചെയ്തിരിക്കുന്നത്. അതിനും അതിൻ്റെതായ സമയമെടുത്താണ് ഓരോ കാര്യങ്ങളും ചെയ്തത്. ഇവിടെ ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത് ടെറാക്കോട്ട ടൈൽസ് ആണ്. ഈ ടൈൽസ് ഇമ്പോർട്ടഡ് സ്പാനിഷ് ടൈൽസ് ആണ്. ഇതിന് നാച്ചുറൽ ടെറാക്കോട്ടയുടെ അതേ ബെനിഫിറ്റ്സ് ഉണ്ട്. കാലിന് നല്ല സ്മൂത്ത് ഫിനിഷാണ്, ക്ലീൻ ചെയ്യാനൊക്കെ സൗകര്യമാണ്. എന്നാലും ഇതിൽ റഫ്നെസ് ഉണ്ട്. എന്നാലും കാലിന് നല്ല തണുപ്പും, അധികം ചൂടും അധികം തണുപ്പും വരില്ല. ടെറാക്കോട്ടയുടെ എല്ലാ പ്രോപ്പർട്ടിയും ഈ ടൈലിന് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് മെയിനായിട്ട് ഈ ടൈൽ യൂസ് ചെയ്തേക്കുന്നത്. ഇതിന് സ്പേസർ കൂട്ടി പഴയ ടെറാക്കോട്ടയുടെ ഒരു ഫീൽ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇത് ലേ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കോർട്ട്യാർഡ് കഴിഞ്ഞ് അടുത്തതായിട്ട് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് ആണ്. തടിയുടെ ഒരു പ്രൗഢി തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തടിയിൽ കസ്റ്റമൈസ് ചെയ്തെടുത്ത ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിൾ ആണ്. സീലിംഗിലും ആ ഒരു തടിയുടെ ഫിനിഷ് തന്നെയാണ് പ്രതിഫലിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഡോർ തുറന്നാണ് ഇവിടുത്തെ രണ്ടാമത്തെ കോർട്ട്യാർഡിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഇത് രണ്ടാമത്തെ ഒരു കോർട്ട്യാർഡ് അല്ലെങ്കിൽ പാറ്റിയോ സ്പേസ് പോലെയാണ്. ഓപ്പൺ ടു സ്കൈ ആണ്. മഴയും വെയിലും ഉള്ളിലെത്തുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. സുരക്ഷയ്ക്കായിട്ട് മുകളിൽ ഗ്രിൽസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബുദ്ധൻ്റെ ഒരു സ്റ്റാച്യു കൊടുത്തു. കലാത്തി അടക്കമുള്ള ചെടികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പുറകിൽ കാണുന്നത് സിമെന്റ് ജാലുകളാണ്. ഇത് നിർമ്മിക്കുന്ന ഫാക്ടറിയെ കുറിച്ച് ഒരു എപ്പിസോഡ് ഞാൻ വീടൊരുക്കാമിൽ ചെയ്തിരുന്നു. കേരളത്തിലെ ഹാൻഡ് മെയ്ഡ് ടൈൽസ് നിർമ്മിക്കുന്ന ഒരേ ഒരു ഫാക്ടറി കൊല്ലത്തുള്ള ലെക്സ്ക്രീറ്റ് എന്നുള്ള ഫാക്ടറി എൻ്റെ സുഹൃത്ത് സുധീഷിൻ്റെ ഫാക്ടറിയാണ്. അപ്പോൾ അവിടെ നിർമ്മിച്ച സിമെന്റ് ജാലുകളാണ് ഈ ഒരു കോർട്ട്യാർഡിൻ്റെ ഭിത്തികൾക്ക് ഭംഗിയേകുന്നത്. ഇതിവിടുത്തെ TV സ്പേസ് ആണ്. ഈ കോമൺ സ്പേസിൽ ഒരു ബേ വിൻഡോ ഉണ്ട്. ഈ സീറ്റിംഗ് സ്പേസ് ആണെങ്കിലും ഈ കോർട്ട്യാർഡിനെ ഫേസ് ചെയ്ത് ഈ നടുമുറ്റത്തു നിന്നുള്ള ഒരു എയർ സർക്കുലേഷൻ കിട്ടുന്ന സ്പേസിലാണ് ഇത് ഇട്ടേക്കുന്നത്. ഇത് വളരെ വിശാലമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഇവിടെ ഫാമിലിയിലുള്ള എല്ലാവരും കൂടെ ഗ്യാദർ ചെയ്ത് വന്നാലും എല്ലാവർക്കും കൂടെ ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു മൾട്ടി ഫങ്ഷണൽ സ്പേസ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. വീട്ടിൽ പാൻട്രി, മെയിൻ കിച്ചൺ, വർക്കിംഗ് കിച്ചൺ എന്നിങ്ങനെ 3 സ്പേസസ് ആയിട്ട് വേർതിരിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഇവിടുത്തെ പാൻട്രി സ്പേസ് ആണ്. സാധാരണ ഇടങ്ങൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലത്തെ ഒരു ഇടം ടൈല് തന്നെയാണ് ഇവിടെ വിരിച്ചിട്ടുള്ളത്. അധികം ഇടങ്ങളിൽ കണ്ടിട്ടില്ലാത്ത ഒരു പുതുമ എന്തെന്ന് വെച്ചാൽ ഈ ഒരു കൗണ്ടറിൽ ഒരു ഇൻഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഭക്ഷണമൊക്കെ വേണമെങ്കിൽ ഇവിടെ തന്നെ ചൂടാക്കി ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള ഒരു ക്രമീകരണമാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അത് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി. പിന്നെ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ അവൻ, ഫ്രിഡ്ജ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് നൽകിയിട്ടുണ്ട്. ഇനിയാണ് ഇവിടുത്തെ മെയിൻ കിച്ചണിലേക്ക് കടക്കുന്നത്. ഇത് ഇവിടുത്തെ മെയിൻ കിച്ചണാണ്. അത്യാവശ്യം ഫങ്ഷണലായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഫുൾ ബോഡി ടൈലാണ് കൗണ്ടറിൽ വരുന്നത്. മറൈൻ പ്ലൈവുഡ് ലാമിനേറ്റ് ഫിനിഷിലാണ് ക്യാബിനറ്റ്സ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്പ്ലാഷ് ബാക്കിൽ ഒരു ഗ്രേ ഫിനിഷ് ടൈൽസ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ക്രോക്കറി ഷെൽഫ് നൽകിയിട്ടുണ്ട്. ഇതിനനുബന്ധമായിട്ട് ഒരു വർക്കിംഗ് കിച്ചൺ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇത് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമാണ്. ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ് സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്ന് ഫ്രണ്ടിലോട്ട് നോക്കിയ ഒരു വിൻഡോ സ്പേസ് ഉണ്ട്. ഇവിടുന്ന് നമുക്ക് ഫ്രണ്ട് ഗേറ്റ് വരെ കാണാം. ഇതിൽ കൂടുതൽ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ് കുറച്ചാണ് ചെയ്തിരിക്കുന്നത്. ബേസ് ആയിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് സ്പേസ് ചെയ്തിട്ടുണ്ട്. ഒരു ഈ സൈഡിലായിട്ടാണ് വുഡിലുള്ള ഒരു വാർഡ്രോബ്, റൈറ്റിംഗ് സ്പേസും ഉണ്ട്. ഫ്ലോർ ചെയ്തിരിക്കുന്ന വുഡ് ഫിനിഷിലുള്ള നെക്സിയോണിന്റെ ടൈലാണ്. ഈ സൈഡിലായിട്ട് ഒരു ഡ്രസ് സ്പേസ് ഉണ്ട്. ആ ഡ്രസ് സ്പേസിൽ നിന്ന് ടോയ്ലറ്റിലോട്ട്. ഇത് ഇവിടുത്തെ പേരൻസ് ബെഡ്റൂം ആണ്. ഏകദേശം ഒരു 12x12 ആണ് സൈസ് വരുന്നത്. ആ ഒരു എൻട്രി പോയിന്റിൽ തന്നെ ഒരു വശത്തായിട്ട് ഫുൾ ലെങ്ത് വാർഡ്രോബ്സും വശത്തേക്ക് അറ്റാച്ച്ഡ് ബാത്റൂമും ഒരുക്കിയിട്ടുണ്ട്. ഒരു ക്യൂൻ സൈസ് ബെഡ്, ഒരു വൈറ്റ് എലഗന്റ് ഫിനിഷിൽ ഒരുക്കിയ ബെഡ്റൂമാണ്. മുകളിൽ ജിപ്സം സീലിംഗ് കൊടുത്ത് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സ്റ്റഡി ടേബിളും കൊടുത്തിട്ടുണ്ട്. എൻ്റെ പേര് വിശ്വംഭരൻ. എൻ്റെ മൂത്ത മോൻ ബെൻസിലാലിന് വേണ്ടി ചെട്ടുകുളങ്ങര അമ്മയുടെ മണ്ണിൽ 40 സെന്റ് സ്ഥലം മേടിച്ച് അതിനകത്ത് പഴയ മോഡൽ ട്രഡീഷണൽ വീട്, നടുമുറ്റവും അതിനുവേണ്ട എല്ലാ സൗകര്യത്തോടും ഒരു വീട് ഞങ്ങൾ പണിഞ്ഞു. അത് പരവാസ്തുവിൽ കഴിഞ്ഞ് ജാനുവരി 19 തീയതിയായിരുന്നു. അവൻ്റെ കൂടെ എഞ്ചിനീയറും ഉണ്ടായിരുന്നു, മനു കുര്യൻ ആണ് അദ്ദേഹത്തിൻ്റെ പേര്. പിന്നെ ഞങ്ങൾ പ്രായമാകുമ്പം മേളോട്ടൊന്നും കയറാൻ
ആരോഗ്യമില്ലാത്തതുകൊണ്ട് ഒറ്റ നിലയിൽ ഒരു വീട് പണിഞ്ഞ് അത് വൃത്തിയായി ചെയ്യാനുള്ള അവസരം ഈശ്വരൻ തന്നു. അപ്പോൾ സന്ധ്യ മയങ്ങി വീടിൻ്റെ പുറത്തെയും ലാൻഡ്സ്കേപ്പിലെയും ഒക്കെ ലൈറ്റുകൾ കണ്ടു തുറക്കുമ്പോൾ വീടിൻ്റെയും ചുറ്റുപാടിൻ്റെയും ഒക്കെ ഭംഗി വീണ്ടും വർദ്ധിക്കും. അപ്പോൾ വീട് പണിയുന്നവർക്ക് പ്രയോജനകരമായിട്ടുള്ള ഒരുപാട് ഇൻഫോർമേഷൻസ് നമ്മുടെ ചാനലുണ്ട്. അത് ഉപകരിക്കുന്നുണ്ടെന്ന് ഒരുപാട് പ്രേക്ഷകർ നമുക്ക് മെസ്സേജും മറ്റും അയക്കാറുണ്ട്. 40 സെന്റിൽ 4300 സ്ക്വയർ ഫീറ്റിൽ ഒറ്റ നിലയിൽ ഒരു ട്രോപ്പിക്കൽ മോഡേൺ ഡിസൈനിൽ ഒരുക്കിയ ഈ ഒരു സ്വപ്ന വീട് നിങ്ങൾ കണ്ടു. ഈ വീടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളാക്കി രേഖപ്പെടുത്തു. മറ്റൊരു സ്വപ്ന വീടിന്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.